ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിൻ്റെ 2025 തസ്കിയത്തുൽ വിൽദാൻ ആൻഡ് തജ്വീദുൽ ഖുർആൻ വാർഷിക എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി നിങ്ങൾക്ക് ഈ ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കരുതുന്നു. പനിയായത് കാരണം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴും ശബ്ദം ക്ലിയർ ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ണേറ് വാദിച്ചവനെ മന്ത്രിക്കുമ്പോൾ ഓതേണ്ട സൂറത്തുന്നാസാണ്. സൂറത്തുന്നാസാണ് നമുക്കിവിടെ ഓപ്ഷനിൽ വന്നത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചോദ്യപേപ്പർ മാത്രമാണ് വായിക്കുന്നുള്ളത്. ഇതിൻ്റെ കൂടെ പറയുന്ന സൂറത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഭാഗം മനസ്സിലാക്കിയിട്ട് അവിടെ വന്ന ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അടുത്ത എന്താണ്? മുഹമ്മദ് ബിൻ ഈസാ റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥം ഏതാണ്? സുനനു തിർമുദിയാണ്. സുനനു തിർമുദി. അദ്ദീനു നസീഹത്തു. നസീഹത്തിൻ്റെ അർത്ഥം ഗുണം ആഗ്രഹിക്കൽ എന്നാണ്. ഗുണം ആഗ്രഹിക്കൽ. അടുത്തത് അബുൽ യസീദ ബിസ്തമി എന്ന പേരിൽ അറിയപ്പെട്ടു. ആരായിരുന്നു? ത്വയ്ഫൂർ ഇബ്നു ഈസ എന്നവരാണ് അബുൽ യസീദ് ബിസ്തമി എന്ന പേരിൽ അറിയപ്പെട്ടത്. അൽ മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം. മുത്തസിൽ മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്നത്. വസ്സമായി വമാ അദ്രാക്ക അടുത്ത കലിമത്തിലാണ് ഹംസ വന്നത്. അപ്പോൾ ഇത് മുൻഫസിലാണ്. അലാ ഇന്ന ഇതും അങ്ങനെ തന്നെയാണ്, മുൻഫസിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുൻഫസിലിൻ്റെ ഉദാഹരണമായിട്ട് ചോദിക്കാവുമ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തത് നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളുമാണ്. ലോദിൻ്റെ മഹ്റജ്. ബാക്കി അക്ഷരങ്ങളുടെ മഹ്റജൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇതുപോലെ വരാം. ഓക്കെ. ഇനി ചേരുംപടി ചേർക്കാൻ വന്നത് എന്താണ്? എന്താ വന്നത്? ഇന്നമൽ അമാലു ബിന്നിയാത്തി എന്നാണ് ഓപ്ഷൻ ഡി. വൈന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാനവ. അടുത്തതോ മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്താണ്? ഫല്യുക്രിം ലൈഫഹു. ഇത്തക്കിൽ മഹാരിമ എന്താണ്? തക്കുൻ ആദ്ദന്നാസി. അതിൻ്റെ എഴുതാം. യാ അയ്യുഹൽ മുസമ്മിൽ എന്നായിരുന്നു? കുമില്ലൈല ഇല്ലാ കലീല. യാ അയ്യുഹൽ മുസമ്മിൽ കുമില്ലൈല ഇല്ലാ കലീല. അതിൻ്റെ ബി എഴുതാം. അടുത്തതാ വർല ബിമാ കസമല്ലാഹു ലക്ക. ഓപ്ഷൻ സി തക്കുൻ അയനന്നാസ്. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവസാനത്തെ പാഠത്തു നിന്നൊക്കെയാണ് വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അടുത്തെന്താ? പൂരിപ്പിക്കാനാണ്. ലല്ല റഹ്മത്ത റബ്ബി ഹീന യക്ഷിമുഹ തഅതി അലാ ഹസബിൽ ഇളിയാനി ഫിൽ കിസമി. നമ്മൾ ബൈത്ത് വന്നിരുന്നില്ല, അതെന്നാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. അപ്പോൾ അത് വേറെ ലൈനുകൾ വരാം, മനസ്സിലാക്കുക. അടുത്തതാ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ആകുന്നു. എന്നാണ്? ആ റത്തഹത്ത അദാബാത്തിൽ ബാനി രീഹു സൊബ വാത്രബൽ ഈസ ഹാദിൽ ഈസി ബിന്നാമി. അപ്പോൾ അതും അതുപോലെ തന്നെയാണ് പൂരിപ്പിക്കാൻ വന്നത്. അപ്പോൾ അതൊക്കെ ഇത് തന്നെ വരൂല, അതിൽ നിന്നുള്ള വേറെ ലൈനുകളാണ് വരിക, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? തോഇൻ്റെ മഹ്റജി നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ്. അപ്പോൾ അക്ഷരങ്ങൾ മാറി വരാം, ഇതുപോലെ എഴുതാൻ വരും. അടുത്തത് അൽ മദ്ദുൽ അസ്ലീന് മദ്ദു തൊബഈ എന്ന് പേരുണ്ട്. മദ്ദു തൊബഈ എന്നും പേരുണ്ട്. വെള്ളിയാഴ്ച രാവും പകലും സൂറത്തുൽ കഹ്ഫ് ഓതൽ പ്രത്യേക സുന്നത്തുണ്ട്. അടുത്ത ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ചോദിക്കുന്ന സൂറത്താണ് സൂറത്തുന്നാസ്. അതുപോലെ ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കലാണ് സൂറത്തുൽ ഫലക്ക്. അപ്പോൾ മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവലിനെ ചോദിക്കലാണ് സൂറത്തുന്നാസ്. ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവലിനെ ചോദിക്കലാണ് സൂറത്തുൽ ഫലക്ക്. അത് രണ്ടും മനസ്സിലാക്കണം കേട്ടോ. പിന്നെ മുഷ്കിലത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം. മുഷ്കിലത്തുൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം, പ്രോബ്ലം എന്നൊക്കെ പറയാം, മനസ്സിലാക്കുക. അടുത്തതാ സ്വഹീഹുൽ ബുഖാരിൻ്റെ രചയിതാവ് ആരായിരുന്നു? മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി എന്നവരാണ് സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ്. അടുത്തത് റജുലും ഖതല തിസ്അത്തും വ തിസ്ഈന നഫ്സൻ. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി ആരായിരുന്നു? അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ്
ഈ ഹദീസ് ഉദ്ധരിച്ചത്. വലല്ലോല്ലീൻ, ഇതിൽ ലോദിൻ്റെ മദ് ഏത്? ലോല്ലീൻ, ലോദ്, അതിൽ മദ്ദശത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന്, മദ് ലാസിം, കലിമത്ത് ലാസിം കലിമീ, അപ്പം അത് ലാസിം എന്ന് എഴുതാം, മദ് ലാസിം. അടുത്തതാ തക്കുംബൈനക്കും, ഇതിലെ സാക്കിനായ നൂനിൻ്റെ വിധി, നൂനിൻ്റെ ശേഷം ബാ. അപ്പോൾ ഇവിടെ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്ത് ഇക്ലാബ്, ഇവിടെ ഇക്ലാബ്. അടുത്തത് ഇഹ്സാൻ എന്നാൽ എന്ത്? ഇഹ്സാൻ എന്നാൽ എന്താണ്? അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധ്യത്തോടെ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ. അടുത്തത് മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്, ആശയം എഴുതണം. എന്താണ്? മറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അഭയം പ്രാപിക്കുന്നു. മറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അഭയം പ്രാപിക്കുന്നു. അടുത്തത് ഒരു മനുഷ്യൻ്റെ അധ്വാനം പിശാചിൻ്റെ മാർഗത്തിലാവുന്നത് എപ്പോഴാണ്? ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അവൻ്റെ അധ്വാനം പിശാചിൻ്റെ മാർഗത്തിലാണ്. ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് അവൻ അധ്വാനിക്കുന്നത് എങ്കിൽ അവൻ്റെ അധ്വാനം പിശാചിൻ്റെ മാർഗത്തിലാണ്. ഇനി അറബി ആക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും പിന്തുടരാത്തവരിൽ ഒരു നന്മയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും പിന്തുടരാത്തവരിൽ ഒരു നന്മയുമില്ല. ലാ ഹൈറു ഫീമൻ ലാ യഖ്തദി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബിഹി. ലാ ഹൈറ ഫീമൻ ലാ യഖ്തദി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബിഹി. ഇത് ആ മുത്തജാനിസാനി എന്നാൽ എന്താണ്? ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്കാണ് ഇത് ആ മുത്തജാനിസാനി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇത് ആ മുത്തകാരിബാനി, മുത്തമാസിലാനി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അതുപോലെ വരാം, മനസ്സിലാക്കാം. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽ 4 എഴുതുക. യാസീന്, മുൽക്ക്, വാക്യ, സജദ. ഇത് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളാണ്. നമ്മൾ നിസ്കാരശേഷം ഓതേണ്ടത്, മരിച്ചവർക്ക് വേണ്ടി ഓതലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒക്കെ മനസ്സിലാക്കണം. അടുത്തത് കിൻവാനുൻ എന്നതിൽ സുക്കൂലുള്ള നൂനിനെ ഇദ്ഗാമും ബിയൊന്ന ചെയ്യാതിരിക്കാനുള്ള കാരണമെന്ത്? എന്താണ്? സാക്കിനായ നൂനും വാവും ഒരേ വാക്കിൽ വന്നതുകൊണ്ടാ, ഒരേ പദത്തിൽ വന്നു, നൂനും വാവും ചേർന്ന് വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇദ്ഗാമും ബിയൊന്ന ചെയ്യാതിരുന്നത്. ഇവിടെ ഇൽഹാർ മുത്ലക്കാണ്, ഇവിടെ നിയമം ഇൽഹാർ മുത്ലക്കാണ്. ഇനി 5 വരി കുറയാതെ ഉപന്യസിക്കാൻ വന്നത് തൗബ. തൗബയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ അള്ളാഹു തൗബ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു കൂടുതൽ പൊറുക്കുന്നവനും അനുഗ്രഹം ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ആകാശം അറിയരുത്, അവൻ മുഴുവൻ ദോഷങ്ങളും പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. 100 പേരെ കൊന്നവരിൽ നിന്ന് വരെ അള്ളാഹു തൗബ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആ പാഠത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. 99 പേരെ കൊന്ന ഒരു വ്യക്തി ഒരു പണ്ഡിതനോട് പോയി എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്നതും അയാൾ ഇല്ല എന്ന് പറഞ്ഞതിന് ആ പുരോഹിതനെ കൊന്നുകളയുകയും അങ്ങനെ 100 പൂർത്തിയായ അദ്ദേഹം വീണ്ടും ഒരു പണ്ഡിതൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നതൊക്കെ നമ്മൾ ആ കഥയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് മദ്ദുൽ ലാസിമും മദ്ദുൽ ആരിദുമാണ് നമുക്കിവിടെ എഴുതാൻ തന്നത്. എന്താണ്? വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിദ് എന്ന് പറയുന്നത്. മദ്ദുൽ ആരിദ് എന്നാൽ വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിദ് എന്ന് പറയുന്നത്. മദ്ദുൽ ആരിദ് 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. വഖഫിൻ്റെ കാരണത്താൽ പുതുതായി സുക്കൂൻ ഉണ്ടാകുന്നതിനാണ് ആരിലായ സുക്കൂന് എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്ത് സ്ഥിരമായ സുക്കൂന് വന്നാലുണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം എന്ന് പറയുന്നത്. മദ്ദുൽ ലാസിം 2 ഇനമുണ്ട്, ലാസിം ഹർഫിയും ലാസിം കലിമിയും. ഇത് 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ അത്ര എഴുതി നമുക്കവിടെ 5 വരി കുറയാതെ എഴുതാം.
അപ്പോൾ ഓരോ പാഠത്തെക്കുറിച്ചിട്ടും തജ്വീദിൽ നിന്നും തസ്കിയയിൽ നിന്നും മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ മുന്നത്തെ ചോദ്യപേപ്പറൊക്കെ ഉപകാരപ്പെടുത്തണം. അതിലൊക്കെ കൂടുതൽ നന്നായിട്ട് റിവിഷൻ പറയുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം ചുരുക്കി പറയുന്നുള്ളൂ. അപ്പോൾ നന്നായി മനസ്സിലാക്കി ആ വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തുക. പാഠഭാഗത്തിൻ്റെ റിവിഷനും ചെയ്യുന്നുണ്ട്. എക്സാമിൻ്റെ പാഠങ്ങൾ ഓരോന്നും വായിച്ച് അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്താം. അത് ലഭിക്കാത്തവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പ്ലേലിസ്റ്റ് അയച്ചു തരാം. 82 89 89 29 85 ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യാം. ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും പറയുന്നതിലൊക്കെ തെറ്റിപ്പോകുന്നത് ചിലപ്പോൾ കട്ട് ചെയ്യാൻ വിട്ടൊക്കെ പോകും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്നായി പഠിച്ച് എക്സാമൊക്കെ എഴുതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.